ദൈവത്തിന് സ്തോത്രം. പ്രഭാത മന്നയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ രാവിലെയും തിരുവചനത്തിൽ നിന്ന് പുതിയത് പ്രാപിച്ചുകൊണ്ട് അനുഗ്രഹത്തോടെ മുന്നേറുവാൻ കർത്താവ് നമ്മെ ബലപ്പെടുത്തട്ടെ. മത്തായി സുവിശേഷം 14-ാം അധ്യായം 31-ാം വാക്യം ഈ രാവിലെയുള്ള അനുഗ്രഹത്തിന് വേണ്ടി വായിക്കുന്നു. മത്തായി 14:31. യേശു ഉടനെ കൈനീട്ടി അവനെ പിടിച്ചു. അല്പവിശ്വാസിയെ, നീ എന്തിന് സംശയിച്ചു എന്ന് പറഞ്ഞു. പ്രിയരെ, ഒരു കടൽ യാത്രയെക്കുറിച്ചാണ് ഈ ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. തിരുവചനം എഴുതിയിരിക്കുന്നു, യേശുവിൻ്റെ ശിഷ്യന്മാരിൽ ഒരാളായ പത്രോസ് കാറ്റ് കണ്ട് പേടിച്ചു, മുങ്ങിത്തുടങ്ങി, നിലവിളിച്ചു. മത്തായി 14-ാം അധ്യായം 30-ാം വാക്യത്തിനകത്ത് 3 കാര്യങ്ങൾ എഴുതിയിരിക്കുന്നു. കാറ്റ് കണ്ട് പേടിച്ചു, മുങ്ങിത്തുടങ്ങി, നിലവിളിച്ചു. യേശു കൈനീട്ടി അവനെ പിടിച്ചു. എപ്പോഴാണ് കൈനീട്ടി കർത്താവ് ഒരു മനുഷ്യനെ പിടിക്കുന്നത്? ഈ ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്, എപ്പോഴെങ്കിലും പേടി തോന്നുന്ന അനുഭവം ജീവിതത്തിൽ ഉണ്ടായാൽ യേശു കൈവിട്ട് നടക്കത്തില്ല, കൈവിട്ട് പോകത്തില്ല, കൈനീട്ടി പിടിക്കുവാനായി തുടങ്ങും. ഭാവിയെ ഓർത്ത്, കുഞ്ഞുങ്ങളെ ഓർത്ത്, നാളെ എന്തായി തീരുമെന്നുള്ള ആകുല ചിന്തകളുടെ മുൻപിൽ ഭയപ്പെട്ട ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പോടെ പറയാം, നിങ്ങളുടെ സ്നേഹിതർ നിങ്ങളെ വിട്ടു പോയി കാണും. നിങ്ങൾ കൊടുത്തവരും നിങ്ങളിൽ നിന്ന് വാങ്ങിയവരുമൊക്കെ നന്ദിയില്ലാത്തവരായി പ്രതിസന്ധികളുടെ മുൻപിൽ പ്രവർത്തിച്ചു കാണും. ഇന്നലകളിൽ ഞാനുണ്ടെന്ന് പറഞ്ഞ് ബലപ്പെടുത്തിയ പലരും പ്രതികൂലങ്ങൾ ശക്തമായപ്പോൾ അടുത്തു വരുവാൻ കഴിയാതെ അകന്നു മാറിക്കാണും. എന്നാൽ ഈ വാക്കിനകത്ത് എഴുതിയിരിക്കുന്നു, യേശു ഉടനെ കൈനീട്ടി അവനെ പിടിച്ചു. എപ്പോഴാ പിടിച്ചത്? ഒരു മനുഷ്യൻ പേടിക്കാനായി തുടങ്ങി. കാറ്റ് കണ്ട് പത്രോസ് പേടിച്ചു. യേശു കർത്താവ് കൈനീട്ടി അവനെ പിടിച്ചു. ഈ പ്രഭാതത്തിൽ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾക്കകത്ത് ഭയത്തോടെ മുൻപിലേക്ക് പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള ദൂതാണ്. യേശു ഉടനെ കൈനീട്ടി പിടിക്കുന്ന ദൈവമാണ്. എപ്പോഴാണോ ഹൃദയത്തിനകത്ത് നിലനിൽപ്പിനെ കുറിച്ചുള്ളൊരു ഭയം തുടങ്ങുന്നത്, യേശു കണ്ടില്ല എന്ന് പറഞ്ഞ് പോകത്തില്ല. ആ വിഷയത്തിനകത്ത് കർത്താവ് ഇടപെട്ടിരിക്കും. ഇന്ന് പകൽ ആഴമായൊരു ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടേണ്ടതിന് ഭയപ്പെടുന്ന വിഷയങ്ങളുടെ മുൻപിൽ ആണിപ്പഴുതേറ്റ കരം പിടിക്കുന്ന കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടേണ്ടതിന് ഏൽപ്പിച്ചു കൊടുക്കാമോ? എപ്പോഴാ യേശു കൈനീട്ടി പിടിച്ചത് എന്ന് ഞാൻ പറഞ്ഞു തുടങ്ങിയത്, ഒന്ന്, കാറ്റ് കണ്ട് പത്രോസ് പേടിച്ചു. വെള്ളത്തിൻ്റെ മുകളിലൂടെ നടന്ന് അരുമനാഥനായ യേശുവിൻ്റെ അടുക്കലേക്ക് എത്തിച്ചേരേണ്ടതിന് കാലുകൾ വെച്ച് മുൻപോട്ട് പോകുമ്പോൾ പത്രോസ് അതുവരെ കാണാത്ത പ്രതികൂലങ്ങളുടെ കാറ്റിനെ കാണാനിടയായി തീർന്നു. അവൻ പേടിച്ചു. യേശുവിനെ കൈവിട്ടെന്നല്ല, യേശുവിൻ്റെ കൈക്ക് പിടിച്ചു. രണ്ടാമത്തെ കാര്യം, എപ്പോഴാ യേശു അവനെ പിടിച്ചത്? ബൈബിൾ പറയുന്നത്, മത്തായി 14:30 പറയുന്നു, മുങ്ങിത്തുടങ്ങി. ആമേൻ എന്ന് പറഞ്ഞാൽ പതുക്കെ 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 കാലുകൾ വെള്ളത്തിൻ്റെ ആഴങ്ങളിലേക്ക് താഴാനായി തുടങ്ങി. പ്രതിസന്ധികളുടെ അകത്ത് പത്രോസിത
മുങ്ങുകയാണ്. ആമേൻ. ഞാൻ പറയാം, യേശുവിൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയിട്ട് യേശുവിൻ്റെ മാർവിൽ ചേരുവാനുള്ള ആഗ്രഹത്തോടെ യേശുവിൻ്റെ അടുക്കൽ എത്തിച്ചേരേണ്ടതിന് സേഫായിരുന്ന പടകിനകത്ത് നിന്ന് എല്ലാം വിട്ടിറങ്ങി, ഇരുന്ന സീറ്റ്, ഉണ്ടായിരുന്ന കൂട്ടുകാര്, അവിടെ ഉണ്ടായിരുന്ന സാഹചര്യം എല്ലാം വിട്ട്, പഴയത് വിട്ട് കളഞ്ഞിട്ട്, പാരമ്പര്യം വിട്ട് കളഞ്ഞിട്ട്, ലോകം തന്ന സംരക്ഷണം വിട്ടുകളഞ്ഞിട്ട് അരുമനാഥന്റെ അടുക്കൽ എത്തിച്ചേരേണ്ടതിന് കൊതിയോടെ ഇറങ്ങിയ പത്രോസ് നടുക്കടലിൽ മുങ്ങാൻ തുടങ്ങി എന്ന് വചനം എഴുതിയിരിക്കുന്നു. ആമേൻ. പ്രിയരെ, മറ്റെല്ലാം വിട്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ആഗ്രഹത്തോടെ ക്രിസ്തീയ ജീവിതം നയിക്കേണ്ടതിന് ആരംഭിച്ചു. ഇന്ന് രാവിലെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ കാലുകൾ മുങ്ങി തുടങ്ങുകയാണോ? ഹൃദയം പിടച്ചു വികസിക്കുന്നുണ്ടോ? കണ്ണുകൾ നനയുന്നുണ്ടോ? കുഞ്ഞുങ്ങളെ ഓർത്ത് നിങ്ങൾ നിരാശരാണോ? ജീവിതം വെള്ളത്തിനകത്ത് മുങ്ങിപ്പോകുന്ന ഒരു മനുഷ്യനെ പോലെ ഏതാനും നിമിഷങ്ങൾക്കകത്ത് അവസാനിക്കുമെന്ന് കണ്ടു നിൽക്കുന്ന പലരും നിങ്ങൾക്ക് നേരെ വിധി പറയുന്നുണ്ടോ? ഞാൻ പറയാം, ലോകം മാറി നിന്നാലും ചുറ്റുപാടുകൾ മാറി നിന്നാലും കൈനീട്ടി പിടിക്കുന്നൊരു കർത്താവുണ്ട്. ബൈബിൾ പറയുന്നു, അവൻ മുങ്ങി തുടങ്ങുമ്പോൾ. ഈ രാവിലെ ഞാനൊരു ദൂത് പറയാം. കടഭാരത്തിനകത്ത് മുങ്ങുന്നവരുണ്ടെങ്കിൽ, രോഗങ്ങൾക്കകത്ത് മുങ്ങിത്തുടങ്ങുന്നവരുണ്ടെങ്കിൽ, പൈശാചിക ആക്രമണങ്ങൾക്കകത്ത്, ശാപത്തിനകത്ത്, പ്രതികൂലങ്ങൾക്കകത്ത് മുങ്ങി തുടങ്ങുന്ന ആരെങ്കിലും ഈ രാവിലെ എൻ്റെ സന്ദേശം കേൾക്കുന്നെങ്കിൽ ദൈവകൃപയാൽ ഞാൻ പറയാം, മുങ്ങി തുടങ്ങുന്നവനെ കണ്ടിട്ട് തീരട്ടെ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ദൈവമല്ല, മുങ്ങി തുടങ്ങിയവനെ കൈനീട്ടി പിടിക്കുവാനിടയായി തീർന്നു. ആമേൻ. തിരുവചനത്തിനകത്ത് എത്ര വാക്യങ്ങളുണ്ട്. മുങ്ങിപ്പോകാമായിരുന്നവരെ കൈക്ക് പിടിച്ചെഴുന്നേൽപ്പിക്കുന്ന ദൈവത്തിൻ്റെ കൃപ വലുതാണെന്ന് നാം തിരിച്ചറിയാതെ പോകരുത്. ആമേൻ. അങ്ങനെയാണെങ്കിൽ ഈ സന്ദേശം ഒരു വിടുതലിന് കാരണമായി തീരട്ടെ. മൂന്നാമത്തെ കാര്യം, എപ്പോഴാ യേശു തൻ്റെ കരം അവന് നേരെ നീട്ടിയത്? പത്രോസ് കാറ്റ് കണ്ട് പേടിച്ച് മുങ്ങിത്തുടങ്ങി. അവൻ നിലവിളിക്കുവാനായി തുടങ്ങി, കരയുവാനായി തുടങ്ങി, ഉച്ചത്തിൽ കരയാനായി തുടങ്ങി. ആമേൻ. ഈ രാവിലെ ചാട്ടുളി പോലെ ഹൃദയത്തിനകത്ത് ഈ തിരുവചനം തറച്ചു കയറുന്നെങ്കിൽ ഉറപ്പാണ് ദൈവ പ്രവൃത്തി വെളിപ്പെട്ടിരിക്കും. ഈ വാക്യം പറയുന്നു, അവൻ കരയാനായി തുടങ്ങി. ആരെങ്കിലും ഉണ്ടോ? ഞാൻ ഉറപ്പോടെ പറയാം, നിലവിളിയുടെ മുൻപിൽ, കരച്ചിലിന്റെ മുൻപിൽ കടന്നു കളയുന്ന കർത്താവല്ല, കരയുന്നവർക്ക് വേണ്ടി മനസ്സലിവോടെ കാര്യങ്ങളെ ചെയ്യുന്ന മഹാദൈവം ഇന്ന് രാവിലെ നമ്മുടെ നടുവിലുണ്ട്. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഹൃദയം പൊട്ടി ചില വിഷയങ്ങൾക്കകത്ത് ഭാരപ്പെട്ട് കരയുന്നവരുണ്ടല്ലോ. ആ വിഷയങ്ങളുടെ നടുവിൽ കരം നീട്ടി പിടിക്കുന്ന യേശുവിൻ്റെ കരം അനുഭവിക്കാൻ നിശ്ചയമായിട്ടും ഈ സന്ദേശം മുഖാന്തരമായി തീരട്ടെ. യേശു എപ്പോഴാ പത്രോസിനെ കൈനീട്ടി പിടിച്ചത്? ഒന്ന്, അവൻ കാറ്റ് കണ്ട് പേടിച്ചപ്പോൾ. രണ്ട്, അവൻ മുങ്ങി തുടങ്ങിയപ്പോൾ. മൂന്ന്, അവൻ നിലനിൽപ്പിന് വേണ്ടി ദൈവത്തോട് കരയാനായി തുടങ്ങിയപ്പോൾ യേശു കൈനീട്ടി അവനെ പിടിച്ചു. ഇന്ന് പകൽ നിശ്ചയമായിട്ടും ചിലരെ കൈക്ക് പിടിക്കുന്ന ഒരു വലിയ കരം വെളിപ്പെടുന്ന നല്ല പ്രഭാതമായി തീരട്ടെ. ജീവിതയാത്രയിൽ എല്ലാവരും അകന്നു മാറിയാലും കൈനീട്ടി പിടിക്കുന്ന യേശുവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ കർത്താവ് കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കാമോ ദൈവത്തോട്? പരിശുദ്ധ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ പകൽ ഭയപ്പെട്ടിരിക്കുന്ന
ഈ രാവിലെ മുങ്ങിത്തുടങ്ങുന്ന, നിലവിളിക്കുന്ന ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ പിടിച്ചു കയറുവാനുള്ളൊരു കച്ചിത്തുരുമ്പ് പോലെ ദൈവകരം അവർക്ക് അനുകൂലമായി വെളിപ്പെടുന്നത് കൊണ്ട് നന്ദി. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. സഹായിക്കും, നന്മകളെ കൊടുക്കും. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. ഓക്കെ, ഗോഡ് ബ്ലസ് യു. ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ.